ഹെയർ ബ്രഷ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഹെയറില് മെർലിൻ നമ്മുടെ ദിവസം വന്നിരിക്കുകയാണ്. കുട്ടിത്വവും ഒരു ഇന്നസെൻസും അതിലാണ് ഞാൻ അങ്ങ് വല്ലാതെ അങ്ങ് വീണ്ടും അസിസ്റ്റന്റിന് ആവശ്യമുണ്ട്. ഒരു നാട് മുഴുവൻ കാത്തിരുന്ന പെങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ടച്ചിക്കൊണ്ട് തന്നെ മേക്കാൻ പോകും. എന്റെ ക്ഷമ ഇന്ന് തെറ്റി. പിള്ളേർമാരോടാണല്ലോ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. എപ്പോഴും ഹോട്ട നല്ല കളിപ്പണക്കാർ റോയൽ ബ്ലഡ് അല്ല. 10 മിനിറ്റ് ഒന്നും വേണ്ട, അത് കൂടുതലാണ്. പിള്ളേരുടെ അമ്മ ഹെയർ ബ്രഷ് മേക്കപ്പ് എങ്ങനെ ഉണ്ട്? നല്ല സൂപ്പർ വൈറൽ കണ്ടന്റ് ആണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇട്. എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണെന്ന്. അല്ല, ഞാനാ ശരിക്കും ഫോട്ടോഗ്രാഫർ. ഓരോരുത്തരും മുഖത്തിന്റെ ഭാവം വെച്ചിട്ട് എന്റെ പൊന്നേട്ടാ നിർത്ത്. ഈ ചിരി അങ്ങനെ പറയത്തില്ല, എടുത്തോന്ന് പറയും. ഓ ഇത് വയ്യ, എന്റെ മേക്കപ്പും പോയി എന്നുള്ള ഭാവം. ഇത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. പെണ്ണിന്റെ അപ്പന് ഇതെങ്ങനെങ്കിലും തീർത്തിട്ട് സ്വസ്ഥമായിട്ട് ഇന്ന് വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ എല്ലാവരും ഇടൂലേ? സൂക്ഷിക്കണം ചേച്ചി, അല്ലെങ്കിൽ തല്ലൊന്നും മേടിക്കാതെ മര്യാദക്ക് കൊച്ചിനൊക്കെ നോക്കണം. ഇന്ന് നമ്മുടെ മെർലിൻ്റെയും അജിൻ്റെയും വെഡ്ഡിങ് ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ള പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്കടുത്ത് തുരുത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ക്നാനായ യാക്കോബ വെഡ്ഡിങ് ആണ്. ഞാനിപ്പം വന്ന് അജിൻ്റെ വീട്ടിലാണ്. അജിൻ പപ്പ, മമ്മി, സിസ്റ്റർ, പിന്നെ അവർ കുറേ ഫാമിലി ഉണ്ട്, നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഫാമിലിയോടൊപ്പമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ബിനുസീൻസ് ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂളറില്ലേ, നല്ല ഇടയ്ക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാം. ഹെയർ ബ്രഷ് കണ്ടായിരുന്നോ വീഡിയോ? ഇത് എയർ ബ്രഷ് ആ ലാസ്റ്റ് സാധനം. അതെ അതെ, ഈ കുട്ടിയാണ് ഗൈസ്. ട്രെൻഡിങ്ങിലേക്ക് പോട്ടെ. ആ സാധനം എങ്ങനെ വന്നു അറിയില്ല, പെട്ടെന്ന്. ഇന്ന് ഏലിയാസിന്റെ ഒരു ഡാൻസ് നമുക്ക് കാണണം. ഓ നിങ്ങളിപ്പോ ഭൂമിക്കും ആകാശവും നടുക്കാൻ നിക്കണേ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എയറില്. ഡയമണ്ട് ആണോ ഗോൾഡ് ആണോ? ഡയമണ്ടിനെക്കാട്ടിൽ അപ്പുറത്തുള്ള ഒരു പെങ്കൊച്ചിനെ കിട്ടിയില്ല. മെർലിൻ, അജിൻ, ദേ അവരുടെ വെഡ്ഡിങ് ആണ്. ഇന്ന് ഞങ്ങൾ ഇപ്പം അവരുടെ മോർണിംഗ് ഷൂട്ട്, രണ്ടുപേരും ഒന്നിച്ചുള്ള ഷൂട്ട് ഞങ്ങൾ എടുക്കാൻ വന്നിട്ട് നമ്മുടെ പുളിക്കീട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. തിരുവല്ലയിൽ തന്നെയായിരുന്നു അവർ ഒന്നിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കപ്പിൾ ഷൂട്ടും സോളോയും ഫസ്റ്റ് ലുക്കും ഒക്കെ ഇവിടെ തന്നെ എടുക്കുക. അവർ റെഡി ആയിട്ട് വന്നിട്ട് നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് വിഷ്വൽ ഞാൻ ഇടാം, ഫോട്ടോസ് ഇടാം, എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. മെർലിൻ താഴേക്ക് നോക്കി ബൊക്കയിൽ നോക്കി ചിരിച്ചോണ്ടിരുന്നു. ആളിപ്പോൾ നിങ്ങളെ കാണാൻ വരും. നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേ ആണ്. നിങ്ങൾ ആ ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എങ്ങനെ ആയിരിക്കും ആൾ ഒരുങ്ങി വന്ന് നിൽക്കുന്നതെന്നൊക്കെ. ബ്രോ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചു തന്ന് മുകളിലേക്ക്. ദാറ്റ്സ് ഗുഡ്, പെർഫെക്റ്റ്. നിങ്ങളെ കാണാൻ പോകണം കേട്ടോ. മെർലിൻ നമ്മുടെ ദിവസം വന്നിരിക്കുകയാണ്. 7-8 മാസമായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലായിരുന്നു. ഫൈനലി ദി ഡേ ഈസ് ഹിയർ ആൻഡ് യു ലുക്ക് അബ്സല്യൂട്ട്ലി ഗോർജിയസ്. യു ഷുഡ് മേക്ക് ഇറ്റ് ടു ദ ഫുള്ളസ്റ്റ്. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ താൻ ലെഫ്റ്റ് ഹാൻഡിലോട്ട് ബൊക്കെ പിടിക്കണം. എന്നിട്ട് ഈ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഈ കൈയിലോട്ട് പിടിച്ച് സ്ലോലി പിടിച്ച്. ഓക്കെ, ഇങ്ങനെ വെക്കണേ, മുഖത്തോട്ട് വെക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കിസ് ചെയ്യണേ. ഇടങ്ങോട്ട് കയ്യിലോട്ട്. അസിസ്റ്റന്റിന് ആവശ്യമുണ്ട്. ഒരുപാട് ടച്ചിക്കൊണ്ട് തന്നെ മേക്കാൻ പോകും. സമ്മതിക്കുന്നില്ല എന്നെ കൊണ്ട് ജയിപ്പിക്കാൻ. ഇതെന്റെ ക്ഷമ ഇന്ന് തെറ്റി. റെഡി, പവർ വരട്ടെ. ഹാപ്പി ആയില്ലേ? നമ്മൾ പറഞ്ഞ പോലെ വന്ന് റെഡിയാക്കി തന്നില്ലേ? സെറ്റ് അല്ലേ? ചമ്മി എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നറിയാം. ഒരു ഫോട്ടോ എടുത്തിട്ട് രണ്ടുപേരും കൂടെ. എത്ര നാളെ അങ്ങനെ ഇന്ന് രണ്ടുപേരും ഒന്നിച്ച് ഫോട്ടോ എടുത്തിട്ട്. അത് അപ്പാജിരിക്കുന്നത് കേട്ടോ. രണ്ടുപേര്, അജിനും മോടെ പേരെന്തോ? അവരെത്ര വയസ്സിന് വ്യത്യാസം രണ്ടുപേരും? അജിന്റെ ഒരു കുഞ്ഞു നല്ല ഓർമ്മകൾ മമ്മിയുടെ മനസ്സിൽ എന്തൊക്കെയാ? കുഞ്ഞിലെ നല്ല ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു, നല്ല ഒബീഡിയൻ്റ് ആയിരുന്നു. പിള്ളേരെയൊന്നും വഴക്കുണ്ടാക്കി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല കൈൻഡും കെയറിങ്ങുമാണ്. ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അവൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. പപ്പായ്ക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? നാളെ സ്മാർട്ടാണ്, ശാന്തനാണ്, എന്ത് കാര്യങ്ങളും ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. അവർക്ക് ഒരു അഡ്വൈസ് ചോദിക്കാൻ പോകണോ, ഒരു കേപ്പബിലിറ്റി ഉള്ള ആളാണെന്നാണ് എൻ്റെ അഭിപ്രായം.
എന്ത് കാര്യങ്ങളും സമചിത്തത്തോടെ നേരിടാൻ കഴിയുന്ന മകൻ. അപ്പനും അമ്മയും നിങ്ങളെ കുറിച്ച് പറഞ്ഞാണ്, നേരാണോ? എനിക്കറിയാം. ഇടതൈകൊണ്ട് അമ്മയൊന്ന് ചേർത്ത് പിടിച്ച്, അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴേ നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മമാര് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ജനനം മുതൽ തന്നെ നമുക്ക് സ്വാധീനിച്ചുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ നമുക്കൊരു യൂഷ്വൽ ടോക്ക് ഉണ്ടല്ലോ, പൊതുവെ പിള്ളേർ അമ്മമാരോടാണല്ലോ കൂടുതൽ ഷെയർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. വലിയൊരു ഇമ്പാക്ട് തന്നെയാണ്. നമ്മുടെ കണ്ണ് പറയണം. അതാണ് കണ്ടോ പറഞ്ഞതന്നെ എനിക്ക് എണ്ണ നയിക്കാൻ പറ്റും. അമ്മയുടെ അടുത്തോട്ട് തിരിഞ്ഞ്, അമ്മ മോന്റെ അടുത്തോട്ട് തിരിഞ്ഞ്, രണ്ടുപേരും കൈ തോളിലോട്ട് വെച്ച് ഒന്ന് ഹഗ് ചെയ്ത് രണ്ട് സൈഡ്. മോൻ അവിടെ ഒന്ന് കിസ് ചെയ്ത് ഈ സൈഡിൽ കൂടെ രണ്ടുപേരും ഫേസിലേക്ക് നോക്കി നിന്ന് ചിരിച്ചോണ്ട്. ഡാഡി കൂളാണോ? കൂളല്ല, എപ്പോഴും ഹോട്ടാ. ഡാഡി കൂൾ പറഞ്ഞോ, നല്ല അഭിപ്രായങ്ങളും നല്ല ഡിസിഷനും ഒക്കെ അവരോട് ചോദിച്ചാൽ പറഞ്ഞു. ഡാഡി കൂളിനെ കുറിച്ച് പറയും. അത്ര കൂളൊന്നും അല്ല, അത്യാവശ്യം ഹോട്ട് തന്നെയാണ്. പിന്നെ കലിപ്പാണ്, നല്ല കലിപ്പാണ്. കലിപ്പെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതൊരു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നല്ല നല്ല ചൂടനാളാണ്. അതിൻ്റെതായ ഗുണങ്ങൾ എന്നിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറുപ്പത്തിലാണെങ്കിലും അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നല്ല രീതിയിൽ വളർത്തിയത്. എന്റെ പാർട്ട് ഓഫ് ലൈഫിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അതിപ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു പക്വതയുള്ള പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ്. അതെല്ലാം നന്നായിരുന്നു. അതെ, ഒന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് സൈഡ് ഒന്ന് ഫേസിലേക്ക് നോക്കി. ഓക്കെ, ഇതെന്റെ പപ്പാടെ ഏറ്റവും ഇളയ അനിയൻ റണിചായൻ, പിന്നെ വൈഫ് ഷീ ചേച്ചി, കുട്ടികൾ മൂത്തവൻ ക്രിസ്റ്റോ, ഇളയവൾ ക്രിസ്റ്റീന. വീട്ടിൽ എന്നും നമ്മുടെ അപ്പന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മുടെയൊക്കെ കുഞ്ഞുനാളില്. പിന്നെ അല്ലാതെ എന്നെ ചെറുപ്പത്തിലേ നോക്കിയത് അവര് തന്നെയല്ലേ. പിന്നെ അല്ലാതെ എല്ലാവരും ആയിരുന്നു. പിന്നെ അല്ലാതെ അവര് വെളിയിൽ പോയപ്പോ ഗൾഫിലായിരുന്നു. അപ്പൊ പിന്നെ എന്നെ ചെറുപ്പത്തിലെല്ലാം ഞാൻ ഇവിടെ ഒന്നാതെ ഞാൻ ഫേമസ് ആയിരുന്നു. ചെറുപ്പത്തിലെ അതെ ആദ്യത്തെ അടുത്ത ചൈൽഡ്ഹുഡ് എന്ന് ചോദിച്ചാൽ ഞാൻ 3 മാസം തൊട്ട് നമ്മളാണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ കൂടെയാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. നമ്മൾ ബൈക്കിൽ പോയാൽ ഒരു റൗണ്ട് ഇവനെയും കൊണ്ട് പോകണം, അങ്ങനെ ഒരു കർശനമായിരുന്നു. അത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഓ ഇല്ല, എനിക്ക് കിട്ടിയ പ്രിവിലേജ് ഇവിടെ ഉള്ള വേറെ ഒരു ഒച്ചക്കും കിട്ടിയിട്ടുണ്ടാകത്തില്ല. ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ കുട്ടിത്വവും ആ ഒരു ഇന്നസെൻസും അതിലാണ് ഞാൻ അങ്ങ് വല്ലാതെ അങ്ങ് വീണ്ടും ചില ഇന്നസെൻസിൽ നമ്മളൊരു ക്യൂട്ട്നെസ് കിട്ടുമല്ലോ, അതിലാണ് ഞാനും അങ്ങ് വീഡിയോ കാണുമ്പോ കണ്ണ് നിറയണം കേട്ടോ. കണ്ണ് നിറയണം, അല്ലെ നിറയ്ക്കും. അഭിനയിക്കാൻ പറ്റത്തില്ല. അതാണ് അവളുടെ വേറൊരു പ്രത്യേകത. ആ ഇന്നസെൻസ് നാച്ചുറൽ ആണ്. അഭിനയിച്ചാൽ ഒരിക്കലും ആ ഒരു എത്ര ചെയ്താലും ആ ഒരു നാച്ചുറലിനെ ഒരിക്കലും അത് കിടത്തില്ല. അതന്നെ, കുടുംബം ഉണ്ടായിരുന്നു, കുടുംബത്തെ വീട് അവിടെ ആയിരുന്നു. പിന്നെ മാറിയതാണ് അതെല്ലാം. BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ് ഇപ്പൊ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ മംഗലാപുരത്താണ്. വെഡിങ് ഇതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ സെന്റ് ജോൺസ് നാനാ ചർച്ച് തുരുത്തിക്കാട്. നാനാക്കാർ റോയൽ ബ്ലഡ് അല്ലേ. ഇനി എന്റെ പപ്പാടെ രണ്ടാമത്തെ 3 പേര്. മൂന്നാമത്തെ അനിയൻ വന്നിട്ടില്ല, UK-ലാണ്. അല്ലാതെ ജെൻസി പിള്ളേരല്ലേ. ഇവര് ട്വിൻസ് ആണ്. ഇവനും അവന്റെ ഭയങ്കര ചങ്കാണോ? നീയുമായിട്ട് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്? എങ്ങനെ? ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആണോ? ഈ ട്വിൻസ് തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണോ? എല്ലാ കാര്യവും അടിയാണോ എപ്പോഴും? ഇത് റോയിച്ചാന്റെ വൈഫ് ചേച്ചി, 3 പിള്ളേരുടെ അമ്മ. 3 പിള്ളേരുടെ അമ്മ, റോയിച്ചാന്റെ വൈഫ്. അതെ, ഇത്രയും പദവികൾ വേണം. പിന്നെ അനിയന്റെ വൈഫ്. ഇതിലും വലിയൊരു സാധനം ഇവിടെ വന്നിരിക്കാനുള്ളത്. നേരത്തെ ഇരിപ്പുണ്ട്. എന്നിട്ടല്ലേ 7-8 മാസം. ഈ സുന്ദരി കുട്ടികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? എല്ലാം നമ്മുടെ അനിയത്തിമാരാണ്. വളരെ പാവട്ടോ, പെട്ടെന്ന് എയർ ബ്രഷ് മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ. അതിന്റെ കോമഡി ഞങ്ങൾ കണ്ടതാ. അടുത്ത വൈറൽ കണ്ടന്റ് ആണ് അത്. അല്ലാതെ എനിക്കിപ്പോ പേടി. 10 മിനിറ്റ് ഒന്നും വേണ്ട, അത് കൂടുതലല്ല. നിങ്ങളെന്താ പിന്നെ പറയാഞ്ഞേ? താങ്ക് യു. ഇതെന്റെ മമ്മിയുടെ കൊച്ചുമകളത്തെ ചേച്ചി. മമ്മിക്ക് 3 സിബ്ലിങ്സ് ആണ്. 3 സിസ്റ്റേഴ്സ് ആണ്. പപ്പായ്ക്ക് 3 ബ്രദേഴ്സ് പോലെ മമ്മിക്ക് 3 സിസ്റ്റേഴ്സ്. അപ്പോൾ അതിലെ തൊട്ട് മൂത്ത ചേച്ചി മമ്മിയുടെ സുമ മമ്മി, മമ്മിയുടെ ഹസ്ബൻഡ് ജെയിംസ് പപ്പ, ഞങ്ങളെല്ലാം UK തന്നെയാണ്. അതെ. അങ്ങനെ ഒരു നാട് മുഴുവൻ കാത്തിരുന്ന പെങ്ങള് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ. ഓക്കെ, രണ്ടുപേരും ഹഗ് ചെയ്ത് രണ്ട് സൈഡ്. അളിയാ പെങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്തി എന്താ അളിയാ പറയുന്നത്?
കല്യാണം കഴിച്ചപ്പോൾ നീ നിന്റെ ഭാര്യയോട് ചേരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും തൊട്ട് പെങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് നിർത്തി ഇപ്പൊ എന്താ കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. അവള് കുഴപ്പമില്ലാത്തതോട് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അമ്മായിമ്മയാകാൻ പോകുന്നതിന്റെ ടെൻഷനാന്ന് തോന്നുന്നത്. പിന്നല്ലാതെ നാട്ടുകാരും പള്ളിയിൽ ചെല്ലുമ്പോൾ ചോദിക്കും എന്തിനാ ഈ മരുമോൾ എന്തിന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇത്രയും നാള് മോളെന്നല്ലായിരുന്നോ? നിങ്ങൾ എന്താണ് ലേറ്റ് ആയി പോയത്? പൂ കുത്താൻ സമയം പോയതാണോ? പള്ളി ഡാൻസ് കളിക്കേണ്ട സ്റ്റേജിൽ കളിക്കാം. എഴുന്നേറ്റിരിക്കോ? വയ്യായോ? എന്ത് കാസ്റ്റ്. എൻ്റെ കൂട്ടുകാർ ഭയങ്കര എനർജി ആയിട്ടുള്ള കൂട്ടുകാരികളാണ്. ആ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാൻ തന്നില്ലേ? നിങ്ങളെല്ലാം ഒന്ന് സ്കൂൾ മേറ്റ് ആണോ കോളേജാണോ എവിടെയാണ്? എവിടെ ഉള്ളവരാ? ഏത് കോളേജാ? ആ ക്യാമറയിൽ പറയാവുന്ന ഏറ്റവും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. മെർലിൻ്റെ ചേച്ചിയാണോ? അതുകൊണ്ടാണല്ലോ ചെറുക്കന് കിട്ടിയത്, നല്ലൊരു ചെറുക്കന്. ടിപ്പിക്കൽ കുടുംബസ്ത്രീയാകാൻ വേണ്ടി പറ്റിയ റോളാണ്. ഫ്രം ഫസ്റ്റ് ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു. ഞങ്ങൾ ആദ്യം ആലോചിച്ച് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഫസ്റ്റ് കല്യാണം അവളുടെ ആയിരിക്കും. ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് കാനഡയിൽ, ഫസ്റ്റ് കല്യാണം. അത് കഴിഞ്ഞ് വേണ്ടേ, അത് കഴിഞ്ഞ വേണ്ടേ. കിട്ടിക്കഴിഞ്ഞപ്പോൾ വിഷമം കണ്ടില്ലേ? നോക്കി ഭയങ്കര ടെൻഷൻ ആണോ? മെർലിൻ നല്ല രസമല്ലേ മെർലിനോട് സംസാരിച്ചോണ്ടിരിക്കാൻ? ഭയങ്കര ഇന്നസെൻസ് ഇല്ലേ? അപ്പൊ ഓക്കെ. എന്നാ പറ്റി? ഒരുങ്ങി ഇങ്ങനെ പുറകെ പോയി ഇരിക്കുവാന്ന് എണ്ണിച്ചുകൊണ്ട് എന്നാ പറയുന്ന പപ്പാടെ പെങ്ങളെ മോളെ. ആ അങ്ങനെ എന്നാ ഉണ്ട് വിശേഷം? യെസ്. ഞാനോർത്ത് ഇവള് കറങ്ങി താഴെ വീഴുമെന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാവിലെ ആ മനുഷ്യൻ പറയുന്നത് അറിയോ? ആ കുട്ടിയുടെ നിഷ്കളങ്കതയാണ് എനിക്കിഷ്ടം. ആ കണ്ട് ഓര് പറയട്ടോ ഞങ്ങളുടെ കൂടെ തള്ള വൈബായിരുന്നു. ഇത് ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ എല്ലാരും വിചാരിക്കും ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണെന്ന്. അല്ല ഞാനാ ശരിക്കും ഫോട്ടോഗ്രാഫർ. ബൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഷെയ്ക്കാൻ കൊടുക്കണം കേട്ടോ. എല്ലാരും ഹായ് ഒന്നേ. മണവാളത്തെ പിടിച്ചിരുത്തട്ടെ. അജിൻമോനും മെർലിൻ മോൾക്കും വാഴു പിടിക്കട്ടെ. മണവാളിനും മണവാട്ടിക്കും പാലും പഴവും കൊടുക്കട്ടെ. മണവാളിനെ കച്ച തഴുകട്ടെ. ഒരു ഉമ്മ കൊടുക്കുന്നു ഇങ്ങനെ. എന്തോ ചെയ്യാ, സർപ്രൈസ് കൊടുക്കണം. അത് കേട്ടു. അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തോ? അതിന് മെർലിന് വെക്കാൻ അറിയാവുന്ന ഫുഡ് എന്തോ? എരിവ് നോക്കാൻ അറിയത്തുള്ളൂ, ഒന്നും വെച്ച് കൊടുക്കാൻ അറിയത്തില്ല. എന്തോ ചോരം കഴിച്ചങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ അവിയല് പേടിക്കണ്ട. യു കെയിൽ അവർ സാൻഡ്വിച്ച് അത് ഇത് കഴിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു തൽക്കാലം. അതെ തൽക്കാലം രക്ഷപ്പെട്ടു.
വീടുണ്ട്, അതുപോലെ ഒരു വീടാകും അവിടെ. ഇനി ഒരാൾ വന്നു കഴിഞ്ഞ് ഇനി ചോറ് കഴിയുമ്പോൾ സ്ഥിരമാക്കുമെന്ന് അറിയത്തില്ല. അതൊരു സാധ്യത ഇല്ലാതെ നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞ നേരാണ്. കൂട്ടുകാരൻ അത്രയല്ലേ? കൂട്ട് തെറ്റിക്കല്ലേ ഇന്ന്? ഇല്ല, തെറ്റിക്കത്തില്ല. അവിടെ വരുമ്പോ വെളിച്ചെണ്ണയ്ക്ക് അത് കറി വെച്ച് തരണമെങ്കിൽ മതി. ഇത് കേട്ടോ, പറഞ്ഞു കേട്ടോ, അവിടെ വരുമ്പോ നിനക്ക് വെളിച്ചെണ്ണ കറി വെച്ച് തരണമെങ്കിൽ മതി. ഞങ്ങളെ നിങ്ങൾ ഒന്നിച്ചാണോ താമസിക്കുന്നത്? അല്ല, അവര് UK തന്നെ. ആ എല്ലാം ഒരു പള്ളിയിലാണ് പോകും. കല്യാണം കൂടി ക്ഷീണിച്ചിരിക്കുന്നു. ഇതെങ്ങനെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ള ഭാവമാണിത്. ഓ, ഇത് വയ്യ, എന്റെ മേക്കപ്പും പോയി എന്നുള്ള ഭാവം. ഇത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം, പരിപാടി നിർത്താറായില്ല. അത് അതല്ലേ പെണ്ണിന്റെ അപ്പന് ഇതെങ്ങനെങ്കിലും തീർത്തിട്ട് സ്വസ്ഥമായിട്ട് ഇന്ന് വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഓരോരുത്തരും മുഖത്തിന്റെ ഭാവം വെച്ചിട്ട് എന്റെ പൊന്നേട്ടാ നിർത്ത്. കറക്റ്റ് അല്ലേ? ഈ ചിരി അങ്ങനെ പറയത്തില്ല, എടുത്തോന്ന് പറയും. ക്ഷീണിച്ചു പോയല്ലേ? എത്രയും പെട്ടെന്ന് നാട് വിട്ട്. ആ, കാരണം കല്യാണത്തിന് വേണ്ടി അവിടെ നിന്ന് വന്നതല്ലേ? അതെ അതെ, മതി. അതല്ലേ, ഇതെങ്ങനെങ്കിലും നിർത്തിയാൽ മതി എന്ന്. അതെ, ഇത് ഈ പരിപാടി നിർത്തിയാൽ മതി എന്നല്ല ഇപ്പം ഓർമ്മ. അതെ അതെ, ഇവിടെ അങ്ങനെ ഇല്ല, ഇവിടെ അങ്ങനെ ഇല്ല. ഹായ് ഡൽഹി, എല്ലാം ഉണ്ട്. അമ്മച്ചി ഇനിയും കുറച്ചു നേരം കൂടി ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട്. ആ അതെ അതെ, കല്യാണം കൂടിയും നടത്തിയും ക്ഷീണിച്ചിരിക്കുന്ന പറ. പിന്നെ എല്ലാവരും ഇടൂലേ? എല്ലാം കാണും. രാവിലെ തൊട്ട് ഇത്രയും നന്നായിട്ട് ഒരുങ്ങി കുറെ നാൾ കൂടിയ ശേഷമാണ് കുടുംബത്ത് കല്യാണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ചേച്ചി ഉണ്ടോ? ഇദ്ദേഹത്തിന് കുഴപ്പമില്ല ചേട്ടാ, 2 ഫോട്ടോ എടുത്ത് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? സാറിനും കുഴപ്പമില്ല. ഇനി കുറച്ചു നേരം കൂടെ വേണമായിരിക്കും. കല്യാണം കൂടി ക്ഷീണിച്ചു വരുന്ന ചെക്കൻ്റെ പപ്പാടെ അനിയൻ, വൈഫ്, കുട്ടികൾ എങ്ങനെയുണ്ട്? ക്ഷീണിച്ചോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആ മക്കളെ, ഇനിയും കുറച്ചു നേരം കൂടെ നിന്നാൽ കുഴപ്പമുണ്ടോ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പനങ്ങനെ അമ്മായിപ്പനായിട്ട് ഇരിക്കുന്നു. അടിപൊളി. ന്യൂലി അമ്മായിപ്പന്മാര് ചേർന്ന് നിൽക്കാൻ അത്രേ ഉള്ളൂ. അതാണ് 2 വീട്ടിലെ ആദ്യത്തെ കല്യാണം. ഇതെങ്ങനെ ആവും, എന്തൊക്കെ ആവും എന്നുള്ള ടെൻഷൻ. അതെ, ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന നിമിഷം വന്നപ്പോ എന്താ ആലോചിക്കുന്നു? സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ കൂടെ കൂടുതൽ വിളിക്കാറായി. ഇടപെടാനും അതിലുപരി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഒരു ആളെ കൂടി കിട്ടി. സൂക്ഷിക്കണ ചേച്ചി, അവിടെ വെള്ളം വീണിട്ടാ. അത് ശരി, മൂന്ന് പേരുടെ പുള്ളി പറഞ്ഞോട് അലീൻ ഇങ്ങനെ എന്തായാലും എന്തെങ്കിലും കുരുത്തക്കൾ വേണ്ടി ഇടിക്കാൻ പറ്റിയ ആളാണ്. അലീൻ്റെ തല്ലൊന്നും മേടിക്കാതെ മര്യാദക്ക് കൊച്ചിനൊക്കെ നോക്കിക്കോളാം. അതെ, ഓക്കെ ബൈ.